എല്ലാവർക്കും നമസ്കാരം. ഇറാന്റെ ഡ്രോൺ ആക്രമണമൊക്കെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ചീപ്പായിട്ടുള്ള ഡ്രോണുകളാണ്, അമേരിക്ക എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്. പക്ഷേ ആകാശത്ത് അവർ കളിക്കുന്ന കളി ഇപ്പോൾ കടലിലും കളിക്കുകയാണ്. ഇനി മീഡിയകളിലൊക്കെ നമ്മൾ ഈ ഷാഹദ് ഡ്രോണുകളെ പോലെ ഇറാന്റെ ബോട്ടുകളെ കുറിച്ച് ഒരുപാട് കേൾക്കും. അതായത് ഈയിടെ കേട്ട് കാണും, ഹോർമൂസ് സ്ട്രെയിറ്റിൽ കൊണ്ടുവന്ന് മൈൻ ഇടാൻ പോയ ഒരു 11 ഇറാനിയൻ കപ്പലൊക്കെ അമേരിക്ക അങ്ങ് പൊട്ടിച്ച് കളഞ്ഞുവെന്ന്. ഈ പൊട്ടിച്ച് കളഞ്ഞത് ഇറാനിയൻ കപ്പലൊന്നുമല്ല, ബോട്ടുകളാണ്. എങ്ങനെയുള്ള ബോട്ടുകളാണെന്ന് ചോദിച്ചാൽ പലതിനും ആളില്ല. അതായത് ഡ്രോൺ ബോട്ട് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആളില്ലാതെ ഓടുന്ന വളരെ വേഗത്തിൽ സ്പീഡിൽ പോകുന്ന ബോട്ടുകൾ പല കാറ്റഗറിയിലുള്ളതുണ്ട്. ചിലതിൽ 2-3 ആളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഇവർ മരിച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ഈ കപ്പലുകൾക്ക് നേരെ പോവുകയും അല്ലെങ്കിൽ പലയിടത്തും മൈൻ ഇടാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ബോട്ടുകളെയാണ് ഈ പറയുന്ന പോലെ അമേരിക്ക തകർത്തത്. ഇത് 10 എണ്ണമല്ല 100 എണ്ണം തകർത്താലും ഇറാന് വളരെ ചീപ്പായിട്ട് ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസിലൂടെ ഇന്ത്യയിലേക്കൊക്കെ ഓയിൽ ടാങ്കറുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ നയതന്ത്ര വിജയമൊക്കെയാണ് അതെന്ന് പറയാം. പക്ഷേ അതിപ്പോഴും ബ്ലോക്ക്ഡ് ആണ് എന്ന് തന്നെയാണ്. ഇറാൻ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അമേരിക്കയൊക്കെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ വലിയ കപ്പലുകളും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു നാവിക യുദ്ധം നടന്ന് ഇറാനെ അങ്ങ് പരാജയപ്പെടുത്താൻ, ഹോർമൂസ് സ്ട്രെയിറ്റ് ഒന്നും ബ്ലോക്കായി കിടക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണോ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ഇപ്പോൾ കളിക്കുന്നത്, ഇതേ കാര്യമാണ് കടലിലും ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഈ പറയുന്ന പോലെ അപ്പുറം കിടക്കുന്നത് $1 ബില്യൺ വില വരുന്ന വലിയ ഷിപ്പുകളും എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒന്നും അവിടെയല്ല, വേറെ സ്ഥലത്താണെങ്കിൽ പോലും അമേരിക്കയുടെ ഇത്രയും വില പിടിച്ച വലിയ യുദ്ധക്കപ്പലുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കിടക്കുന്നു. ഇതിനെതിരെ ഇറാൻ ഉപയോഗിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകളും മറ്റുമൊക്കെ. ഇത് ഷാഹദ് ഡ്രോണുകൾ നിസ്സാര ചെലവിൽ ഉണ്ടാക്കി വിടുന്നത് പോലെ തന്നെ ചീപ്പായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് ഇറാന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്, അല്ലെങ്കിൽ ഈ അവസ്ഥയിലാക്കി ഇടാൻ പറ്റുമെന്ന് അമേരിക്ക ഒരിക്കലും കണക്കൂട്ടിയതല്ല. അമേരിക്ക എന്താണ് പറഞ്ഞിരുന്നത്? ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഹോർമൂസിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കുക. അമേരിക്ക പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഈ ഓയിൽ ടാങ്കറുകൾക്കൊക്കെ എസ്കോർട്ട് പോകും, വേണ്ടി വന്നാൽ ഒരു പ്രശ്നമില്ലാതെ ഇത് കടത്തി തരാമെന്നാണ്. ഒരെണ്ണത്തിനും പോലും അങ്ങനെ സേഫ് ആയിട്ട് കടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അമേരിക്ക അത് ചെയ്യാത്തത്? നാണക്കേടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. വേറൊരു കാര്യം, ഈ ഹോർമൂസിലൂടെ പോകാനായിട്ട് ഒരു ഓയിൽ ടാങ്കറിന് പോലും ധൈര്യമില്ല. ഇന്ത്യയിലേക്കൊക്കെ വന്നതല്ലാതെ അതിലെ ഓയിൽ ടാങ്കറുകൾ ഒന്നും കാര്യമായിട്ട് പോകുന്നില്ല. കാരണം എന്താണ്? ഇൻഷുറൻസ് കൊടുക്കില്ല. ഈ പറയുന്ന ഓയിൽ ടാങ്കറുകൾ, ഈ ഷിപ്പുകളൊക്കെ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ പറഞ്ഞിരിക്കുന്നത്, ഇത്രയും റിസ്ക് ഉള്ള വഴിയെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഷുറൻസ് തരില്ല. അവിടെയാണ് അമേരിക്ക ഇടപെട്ടിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇൻഷുറൻസ് കമ്പനികളെ ഇൻഷുർ ചെയ്യുന്ന രീതിയിൽ $20 ബില്യൺ ഒക്കെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇൻഷുറൻസ് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ഇത്രയും വലിയൊരു, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ഇതേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. വെറുതെ പറഞ്ഞതല്ല. $20 ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെയാണ് നിസ്സാര ചെലവില് ഇറാൻ ഈ യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റഷ്യ എന്ന് പറയുന്ന ഭീമൻ ഉക്രൈനിൽ കയറാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താണ് വിചാരിച്ചത്? എങ്ങനെയാണ് റഷ്യ ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് എന്ന് കരുതി ഉക്രൈൻ അങ്ങ് വിജയിച്ച് നിൽക്കുകയാണെന്നല്ല പറഞ്ഞത്. റഷ്യ വെള്ളം കുടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാൻ ആകെ ആക്രമണങ്ങളൊക്കെ നേരിട്ട്, ഇസ്രായേലൊക്കെ ബോംബിങ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇറാന് നല്ല രീതിയിലുള്ള തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പുറമുള്ളവർ സുഖമായിട്ടല്ല ഇരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇതിലും വലിയ പണിയാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പോയിന്റ്. നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നത് എന്താണ്? ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നതിനൊക്കെ അടി കൊടുക്കുന്നത് GCC രാജ്യങ്ങളിലേക്കാണ്. അവർക്ക് ഇനി അമേരിക്കയുടെ സൈഡിൽ നിന്നും മാറണം. ഒരുപക്ഷെ $1 തന്നെ വീണേക്കാം. അമേരിക്കയുടെ ഗതികേട് എന്താണ്? സൗത്ത് കൊറിയയിൽ നോർത്ത് കൊറിയയെ പേടിച്ചിട്ട് അമേരിക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന താടും അല്ലെങ്കിൽ പേട്രിയറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പൊളിച്ചെടുത്തുകൊണ്ട് പോയിട്ട് GCCയിൽ കൊണ്ടുവന്ന് വെക്കേണ്ട, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗതികേടിലായി അമേരിക്ക. കാരണം ഉക്രൈൻ ആകെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഉപയോഗിച്ചതിലധികം പേട്രിയറ്റും താഡ് മിസൈലുകളും ഒക്കെയാണ് ഏതാനും മണിക്കൂറുകളിൽ തന്നെ ഈ GCC രാജ്യങ്ങൾ ഇറാന്റെ ഈ ചീപ്പായിട്ടുള്ള ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് തീർത്തത് എന്നുള്ളതാണ്. അതായത് $20,000 വിലയുള്ള ഒരു ഷാഹദ് ഡ്രോണിനെ വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് 30 കോടി 40 കോടി വില വരുന്ന ഒരു പേട്രിയറ്റ് മിസൈൽ, അതും ഒരു ഡ്രോൺ കണ്ടാൽ 2 മിസൈലാണ് അവർ തൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് മിസ്സായാലും മറ്റേത് തകർക്കാൻ വേണ്ടി. അതുപോലെ താഡ് IC ബീമുകളൊക്കെ വന്നാൽ ബാലിസ്റ്റിക് മിസൈലിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള മിസൈലാണ്. അത് ഒരെണ്ണത്തിന് 250 കോടിയൊക്കെയാണ് ചെലവ്. ഈ സാധനങ്ങളൊക്കെ പപ്പടം പോലെ ഉണ്ടാക്കാനായിട്ടൊക്കെ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ണിയപ്പമല്ല, മാസങ്ങൾ വേണം ഇത് ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് സൗത്ത് കൊറിയയിൽ നിന്ന് പോലും അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ഗതികേട് വന്നത്. ഞാൻ പറയുന്നത്, ഈ സൗത്ത് കൊറിയയുടെ അവസ്ഥ ഇപ്പൊ എന്തായി? അമേരിക്കയെ വിശ്വസിച്ച് ഈ നോർത്ത് കൊറിയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാമെന്നുള്ള രീതിയിൽ ഇതൊക്കെ വെച്ചിട്ട് നിലവിൽ ഇപ്പോൾ ഈ കിം ജോങ് ഉന്നിന് തോന്നുക അവിടെ ഇപ്പോൾ പ്രതിരോധ സംവിധാനങ്ങളൊന്നുമില്ല, എന്ന ഒരു മിസൈൽ വിട്ട് കളയാം, അല്ലെങ്കിൽ ആറ്റം ബോംബ് തന്നെ അവരുടെ കയ്യിലുണ്ടല്ലോ,
അതായത് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ പലരും ഉണ്ടാക്കുന്നു, ഞാനിവിടെ ഈ ന്യൂക്ലിയർ ബോംബ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ ഒരാൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളൊരു കുറ്റബോധമുണ്ട് കിം ജോങ് ഉന്നിന്. സൗത്ത് കൊറിയ കയറി ആക്രമിച്ചേക്കാമെന്ന് ഇപ്പൊ കിം ജോങ് ഉന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം ഈ താടും പേട്രിയറ്റും ഒക്കെ അമേരിക്ക എടുത്തുകൊണ്ട് പോയി, ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. അമേരിക്കയ്ക്ക് വരുന്ന വലിയ പരാജയങ്ങളും വീഴ്ചകളും ഒന്നും ഇവിടെ വാർത്തയാവുന്നില്ല. അതായത് എല്ലാവർക്കും ഇറാനെ കുറ്റം പറയാനും ഒക്കെ തന്നെയാണ് കൂടുതലും താല്പര്യം എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ന്യായീകരിക്കുന്ന ഒന്നുമല്ല. അവർ വളർത്തുന്ന മിലിഷ്യകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷെ നടക്കുന്ന ഫാക്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതായത് ഈ മുജ്തബ ഖമേനി തന്നെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് എന്താണ്? അമേരിക്ക അബദ്ധത്തിൽ നടത്തിയ ഈ മിസൈൽ ആക്രമണത്തിൽ അവർക്ക് ലക്ഷ്യം മാറിപ്പോയതാണ്, അല്ലെങ്കിൽ അവരുടെ AI പ്രോഗ്രാമിന് തെറ്റിയതാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സ്കൂളിൽ, ഗേൾസ് സ്കൂളിലേക്ക് ആക്രമണം ചെയ്തിട്ട് 100-200 വിദ്യാർത്ഥിനികളാണ് അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് പറഞ്ഞു. അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയറിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. അമേരിക്ക അത് നിഷേധിക്കുകയാണ്. അതായത് അമേരിക്കൻ മീഡിയകളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ആണെങ്കിലും അമേരിക്കൻ കമ്പനികളാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് കിട്ടുന്ന അടികളൊന്നും അധികം അങ്ങ് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഖത്തറിലുള്ള $1-2 ബില്യൺ വില വരുന്ന ഒരു റഡാർ സിസ്റ്റമാണ്, അതായത് ബാലിസ്റ്റിക് മിസൈലൊക്കെ വന്നാൽ തിരിച്ചറിയാനുള്ള ഒരു സംഭവമാണ് വെറും ഡ്രോൺ ഉപയോഗിച്ച് ഇറാൻ തകർത്തത്. അതായത് $1 ബില്യൺ ചിലവുണ്ട് അതിന്. എങ്ങനെയാണ് ഇറാൻ ഇത് സാധിച്ചത്? അതും കൂടി ചിന്തിക്കേണ്ടതാണ്. ഇറാന്റെ ആകാശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണമെങ്കിൽ അവിടുത്തെ എന്തും തകർക്കാം. പക്ഷെ ഇറാൻ തിരിച്ച് ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ തകർക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് റഷ്യ നല്ല രീതിയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ മുജ്തബ ഇപ്പോൾ പുടിൻ അംഗീകരിച്ച പോലെ തന്നെ കിം ജോങ് ഉന്ന്, നോർത്ത് കൊറിയയുടെ ആളും അംഗീകരിച്ചിട്ടുണ്ട്. അതായത് റഷ്യയും ചൈനയും ഈ നോർത്ത് കൊറിയയും ഒക്കെ നല്ല രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇറാന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റഷ്യയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്, റഷ്യ പറയുന്ന അനുസരിച്ചിട്ടാണ് ഓരോ ലക്ഷ്യങ്ങളിലേക്ക് അവർ കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്രായേലിലേക്കാണെങ്കിലും പണ്ട് നമ്മൾ കണ്ടതാണ്, ഒരുപാട് ICBMകളൊക്കെ വിട്ടെങ്കിലും അതിൽ 1-2 എണ്ണത്തിനൊക്കെ മാത്രമേ ഇസ്രായേലിൽ ചെന്ന് വീഴാൻ സാധിച്ചുള്ളൂ. ഇന്ന് അതല്ല കഥ. ഇതൊക്കെ എങ്ങനെയാണ്? റഷ്യയുടെ സപ്പോർട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഉക്രൈനിന് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് നാറ്റോ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങളെല്ലാം റഷ്യക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ് റഷ്യ ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇറാൻ ഈ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. അതായത് റഷ്യയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവരത് കൂട്ടുമോ, പരസ്യമായിട്ട് ഇറാന് വേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇറാൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുമോ എന്നൊക്കെയാണ് നമ്മളിനി കാണേണ്ടത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പറ്റിയ അമളി എന്താണെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ പറയുന്നത് കേട്ട്, അതായത് ഇപ്പോഴേ എടുത്ത് ചാടാനിരുന്നതല്ല അമേരിക്ക. ഈ ആയത്തുള്ള അലി ഖമേനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ടെൻഷൻ നല്ല രീതിയിലായിരിക്കുന്ന സമയത്ത് ബംഗറിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ ഇസ്രായേൽ കയറി അടിക്കുകയാണ്. പുറകെ വന്നോളെന്ന് അമേരിക്കയോടും പറഞ്ഞു. അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല, അവരും ചാടി അങ്ങ് ഇറങ്ങി. അതായത് കുറച്ച് നാൾ കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനിരുന്നതാണ്. ഈ മൊസാദിന്റെ പ്ലാനിങ് തെറ്റിയെന്നുള്ളതാണ്. നമ്മൾ ഇസ്രായേലിനും മൊസാദിനും ഒക്കെ വളരെ ഹൈപ്പ് കൊടുത്ത് അവർക്ക് തെറ്റില്ല, അവർ അത്ര കൃത്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ മൊസാദിന് നല്ല പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് GCCയിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചത് അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമിക്കുമായിരിക്കും, അത് പേരിന്, പിന്നീട് ഞങ്ങളെ കാര്യമായിട്ട് ആക്രമിക്കും, അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇറാനെ അങ്ങ് പെട്ടെന്ന് അടിച്ചൊതുക്കാം എന്നാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് ഇവരെയൊക്കെ തളർത്തുന്ന യുദ്ധമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ നശിക്കുകയാണ്, പക്ഷേ അതുപോലെ തന്നെ നല്ല അടി തിരിച്ചു കൊടുക്കാനായിട്ട് ഇറാന് സാധിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇസ്രായേൽ തന്നെ അമേരിക്കയോട് ചോദിക്കാതെ ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്നു. അതായത് മുമ്പേ തന്നെ പറഞ്ഞു, ഇറാൻ തുറന്നു കിടക്കുകയാണ്, അവിടെ കാര്യമായ പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നുമില്ല, അവിടുത്തെ പോർട്ടുകളും എണ്ണപ്പാടങ്ങളും ഒന്നും കാര്യമായിട്ട് ഇപ്പോഴും ആക്രമിക്കുന്നില്ല. ഇസ്രായേൽ ഒരിക്കലും ചെയ്തപ്പോൾ തന്നെ ട്രംപ് അതിനെ വിമർശിച്ചു, എണ്ണയിൽ തുടരുത്, അത് മഹാപാപമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ തന്നെ ഒരു സ്വരച്ചേർച്ച വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് കിട്ടിയ നല്ലൊരു മുട്ടൻ പണി ഇവിടെ ആരും ചർച്ച ചെയ്തു പോലും കാണുന്നില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും കൂടെ ഈ കാര്യങ്ങൾക്ക് ഇറങ്ങി, യുദ്ധം ഇത്രയും മുന്നോട്ട് പോകുന്നു. ഈ നാറ്റോയിലുള്ള ബാക്കി രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും കാര്യമായിട്ട് അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? നല്ല നൈസായിട്ട് തേച്ചതാണ്. അതായത് യൂറോപ്പിന് മനസ്സിലായി, ഈ പറയുന്ന പോലെ അമേരിക്കയുടെ പുറകെ പോയി കഴിഞ്ഞാൽ, അമേരിക്കയെ നമ്പിയാൽ ആ കാര്യം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിന് തൊട്ട് മുമ്പുള്ള കാര്യം ചിന്തിച്ചു നോക്കുക. ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്, ഈ ഡെൻമാർക്കിന്റെ ഉടമസ്ഥയിലുള്ള ഗ്രീൻലാൻഡ് ഞങ്ങളിപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ നാറ്റോയിൽ തന്നെയുള്ള ഫ്രാൻസും ജർമ്മനിയും ഒക്കെ തന്നെ, ഫ്രാൻസ് ആണെങ്കിൽ അവരുടെ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ എങ്ങാണ്ട് ഈ ഗ്രീൻലാൻഡിന്റെ അവിടെയുള്ള കടലിൽ കൊണ്ട് ഇടുകയും ചെയ്തു. ഇത് കൂടാതെ കാനഡയും വേണേൽ പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള പരാമർശങ്ങൾ, അങ്ങനെ കാനഡയും വെറുപ്പിച്ചു. കാനഡയാണെങ്കിൽ ചൈനയുമായിട്ട് ചില കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ നാറ്റോയിലുള്ള ബാക്കി രാജ്യങ്ങളെയൊക്കെ വെറുപ്പിച്ചങ്ങ് നിൽക്കുന്ന സമയത്താണ്, ആ സമയത്ത് ട്രംപ് പറയുകയും ചെയ്തു, ഗ്രീൻലാൻഡിന്റെ കാര്യം ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, തമാശയായിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇതിനൊക്കെ തൊട്ട് പുറകെയാണ് ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
അതായത് നാറ്റോ രാജ്യങ്ങൾക്ക് മതിയായി, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞങ്ങൾ പുറകെ വരുന്നില്ല. നല്ലൊരു തേപ്പാണ് അവിടെ കിട്ടിയത്. നമ്മൾ സാധാരണ ഈ അഫ്ഗാൻ അല്ലെങ്കിൽ ഇറാൻ ഒക്കെ വാർത്തകൾ പണ്ട് കേൾക്കുമ്പോൾ അവിടെ ഫ്രാൻസ്, ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ ഇടപെടുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ കാര്യമായിട്ട്. കാരണം കുറെ നാളായി ഇവരിത് പഠിക്കുന്നു. ഉക്രൈനിൽ തന്നെ എന്താണ് സംഭവിച്ചത്? ഉക്രൈനിൽ നടന്ന കാര്യങ്ങൾ കാരണം റഷ്യൻ ഓയിൽ വാങ്ങാതെയായി യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് വിലക്കയറ്റവും ഇൻഫ്ലേഷനും ഒക്കെ ഉണ്ടായി ജീവിത ചെലവ് കൂടി പെട്ടുപോയത്, സാമ്പത്തികമായിട്ട് കെണിയിലായത് ആരാണ്? യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് അപ്പോൾ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഉക്രൈനെ തന്നെയാണെങ്കിലും അമേരിക്ക ചതിക്കുകയല്ലേ ചെയ്തത്. അടിച്ചോ, ഞങ്ങൾ പുറകെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടി വന്നപ്പോഴേക്കും ഞങ്ങൾ ആയുധങ്ങളൊക്കെ തരാം, ടൂൾസ് ഒക്കെ തരാം, നിങ്ങൾ എന്നാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. അതായത് ഉക്രൈൻ ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ സെലൻസ്കി എന്ന് പറയുന്ന ഒരാളില്ലായിരുന്നുവെങ്കിൽ ഉക്രൈൻകാർക്ക് ഗതികേട് വരില്ല എന്നുള്ളതാണ്. കാരണം റഷ്യ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ റഷ്യ പോലുള്ള ഒരു ഭീമനോട് ഏറ്റുമുട്ടാതെ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയോ, ആ രാജ്യം എങ്ങനെ കിടന്ന ഒരു രാജ്യമാണ്. പഴയ ഉക്രൈൻ ബ്ലോ ഒക്കെ എടുത്ത് നോക്കുക. അതായത് അമേരിക്കയുടെ പുറകെ പോകുന്ന രാജ്യങ്ങൾക്കൊക്കെ ഇതാണ് അവസ്ഥ എന്ന് ഇവർ കണ്ടതാണ്. അങ്ങനെയുള്ള അമേരിക്കയെ ചെന്ന് കുഴിയിൽ ചാടിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ന്യൂക്ലിയർ ആയുധം നാളെ ഉണ്ടാക്കിയാൽ അവർ തീർന്നു. അതുകൊണ്ട് അമേരിക്ക എന്ത് വിചാരിക്കും, ഇനി അമേരിക്കയായിട്ട് തെറ്റിയാലും കുഴപ്പമില്ല, അവർ ചെയ്യാനുള്ളതൊക്കെ വൃത്തിക്ക് ചെയ്തു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ GCC രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഒക്കെ ഒരു തരത്തിൽ ഇറാന് സന്തോഷമാണ്. കാരണം ഈ മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ തല്ലുന്നത്. അമേരിക്ക പറയുന്നത് എന്താണ്, നിങ്ങൾക്കിത് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കല്ലേ പണി കിട്ടുന്നത്. ഈ പെട്രോൾ ഡോളർ മുഴുവൻ നിൽക്കുന്നത് നല്ലൊരു പരിധി വരെ ഇതിലാണ്. ഇതിപ്പോ താർന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി അമേരിക്കൻ ബേസ് ഒന്നും ഇല്ല, പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വിട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്രോൾ ഡോളറിൽ നിന്നൊക്കെ അവർ മാറിക്കഴിഞ്ഞാൽ കാലക്രമേണ ഡോളറിന്റെ ആ അപ്രമാദിത്വം ഒക്കെ തീരും. പോയപ്പോൾ ആർക്ക് പോയി? പ്രധാനമായിട്ട് അമേരിക്കയ്ക്ക് പോയെന്നിരിക്കും. അപ്പൊ എല്ലാവരും പെടുത്തുന്ന അമേരിക്കയെ ഇപ്രാവശ്യം ഒരു തരത്തിൽ പെടുത്തിയിട്ടിരിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് പറയേണ്ടി വരും. അമേരിക്കയുടെ വലിയ മിലിറ്ററി ബഡ്ജറ്റ്, ഈ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇറാനെ കൊണ്ട് എന്ത് സാധിക്കുമെന്നാണ് ഇവരൊക്കെ ചിന്തിച്ചത്. പക്ഷേ ഇറാൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, മിസൈലുകളൊക്കെ തകർക്കുമ്പോൾ അവർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു. ഈ പറയുന്ന പോലെ ഷിപ്പുകളൊക്കെ ഇറാന്റെ തകർക്കുമ്പോൾ അവർ പകരം ഇതുപോലെയുള്ള സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു. അപ്പുറം $1 ബില്യൺ എയർക്രാഫ്റ്റുകൾ കിടക്കുന്നു. ഇപ്പറേ ചീപ്പായിട്ട് ആൾ പോലും ഇല്ലാതെ ബോട്ടുകൾ ഇറക്കി ഹോർമൂസ് ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഷാഹദ് ഡ്രോണുകളാണെങ്കിൽ പപ്പടം പോലെയാണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല, എല്ലാം താർത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഒരു മിസൈൽ സിറ്റി തന്നെ ഒരു അണ്ടർഗ്രൗണ്ടിലൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വീണ്ടും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. റഷ്യയുടെ നല്ല ബാക്കപ്പ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഈ കിങ് ജോങ് ഉന്നും കൂടെ ഇപ്പോൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. പുള്ളി എന്ത് ചെയ്യുന്നു പുള്ളിക്ക് പോലും അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ വേണമെങ്കിൽ സ്വന്തം നിലയ്ക്ക് ചെയ്തോട്ടെ, അമേരിക്ക ഇതിലേക്ക് ഇടപെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ GCC രാജ്യങ്ങളിൽ ഈ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കും ഇത് ഒട്ടും നല്ല ഒരു വാർത്തയൊന്നും അല്ലല്ലോ. കാരണം എത്രയോ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഈ GCC രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുള്ളത്. അവിടുത്തെ പണം കൊണ്ടാണ് കേരളം ഒന്ന് പച്ച പിടിച്ചത് 70കൾ മുതലേ തന്നെ. അപ്പോൾ GCC രാജ്യങ്ങൾ ഇങ്ങനെ തകരുന്നു. UAE-ലാണെങ്കിൽ അവിടുത്തെ സമ്പന്നരൊക്കെ അവിടെ വിട്ടു പോവുകയാണ്, നിക്ഷേപങ്ങൾ പിൻവലിക്കുകയാണ്. UAE-ക്കുണ്ടായ അടിയെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒക്കെ പുറകിലുള്ളത് എന്താണ്? നമ്മൾ പറയുന്നത് അമേരിക്കക്ക് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവർക്ക് പ്ലാൻ A മുതൽ പ്ലാൻ Z വരെ ഉണ്ടാവും എന്നൊക്കെ പറയുമെങ്കിലും ഈ പറയുന്ന പോലെ അവിടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒക്കെ പോയി, ഇതൊക്കെ ഇറാൻ മുക്കിയാലും എന്ത് ചെയ്യണം, ആ പ്ലാൻ വരെ അവരുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷേ മൊത്തത്തിൽ അവർക്ക് പറ്റിയത് മുഴുവൻ കംപ്ലീറ്റ് എല്ലാം തെറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ്. കാരണം എങ്ങനെ നോക്കിയാലും ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്ക് ഇപ്പോൾ കരയുദ്ധവും കൂടെ നടത്താനായിട്ടുള്ള അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇനിയും ഈ യുദ്ധം നീണ്ടുപോയി കഴിയുമ്പോൾ എന്തായിരിക്കും ലോകത്തിന്റെ ഭാവി എന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.